അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബലത്ത് ശരീഅത്തെന്നും കാടലുള്ളോവർ, ഇടത്ത് ഹഖീഖത്തെന്നും കാടലുള്ളോവർ, ആകാശത്തും മേലും ഭൂമിക്കു താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവർ. ബലത്ത് ശരീഅത്തെന്നും കടലുള്ളോവർ. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവരുടെ വലതുഭാഗത്ത് ശരീഅത്ത് എന്ന കടലുണ്ട്, ഇടതുഭാഗത്ത് ഹഖീഖത്ത് എന്ന കടലും ഉണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ മഹത്വത്തെ സംബന്ധിച്ചുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഇവിടെ മഹാനായ ഖാലി മുഹമ്മദ് റഹിമഹുല്ല ഉണർത്തുന്നത്. അഥവാ ഒരാൾ മഹാനാകുന്നതിന്റെ മാനദണ്ഡം പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചും ശ്രദ്ധിച്ചും ജീവിതം ക്രമീകരിക്കുന്നതിലൂടെ മാത്രമാണ് ഉണ്ടാവുന്നത്. ആ വിഷയത്തിൽ ശൈഖ് ജീലാനി തങ്ങൾക്ക് അല്പം പോലും പാളിച്ച പറ്റിയിട്ടില്ല എന്നുണർത്തുകയാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ഖാദിരിയ ത്വരീഖത്ത് എന്ന പേരിലൊക്കെ ധാരാളം ഉഡായിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാം. അവർക്ക് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും അവർ പാലിക്കുന്നുണ്ടാവില്ല. അതൊന്നും പാലിക്കാത്ത അവർ ഞങ്ങൾ ത്വരീഖത്തുകാരാണെന്ന് വാദിക്കുകയും അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങളൊക്കെ ലാഹിർ ശരീഅത്തിന്റെ ആൾക്കാരാണ്, നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല, ഞങ്ങളൊക്കെ ഹഖീഖത്തിന്റെ വല്ലാത്ത അവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയും. എന്നാൽ യഥാർത്ഥ ഖാദിരിയ ത്വരീഖത്ത് എന്ന് പറയുന്നത് ഗൗസുൽ ആലമിന്റെ ത്വരീഖത്താണ്. ആ ത്വരീഖത്തിലുള്ളത് എന്താണ്? ഗൗസുൽ ആലം തങ്ങളവർകൾ ശരീഅത്ത് അവിടുത്തെ വലതുഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ ശരീഅത്തുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളുടെ സമുദ്രം മഹാനായ ശൈഖ് അവർകൾ കൃത്യമായും കയ്യെത്തും ദൂരത്ത് സ്ഥാപിച്ചതുപോലുള്ള ഒരു പ്രയോഗമാണ്. അഗാധമായിട്ടുള്ള വിജ്ഞാനം തങ്ങൾക്കുണ്ട് എന്നുമാകാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചവരാണ് എന്നുമാകാം ഇവിടെ ശൈഖ് ഖാദി മുഹമ്മദ് എന്നവർ ഉദ്ദേശിക്കുന്നത്. രണ്ടാണെങ്കിലും മഹത്വം തന്നെയാണ്. ശൈഖ് ജീലാനിക്ക് ശരീഅത്തിന്റെ വിജ്ഞാനം കടലുപോലെ വിശാലമായ വിജ്ഞാനമുണ്ട് എന്നർത്ഥം പറഞ്ഞാലും മഹത്വമാണ്. ശൈഖ് ജീലാനി ശരീഅത്തിന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ച് ജീവിച്ച ഇസ്തിഖാമത്തിന്റെ നേർരേഖയിലുള്ള സഞ്ചാരത്തിന്റെ ശരിയായ ശൈലി പ്രാവർത്തികമാക്കിയവരാണ് എന്ന് പറഞ്ഞാലും മഹത്വമാണ്. അപ്പൊ രണ്ടാണെങ്കിലും അത് മദഹാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അവൻ വിജയത്തിലേക്ക് കുതിക്കുന്നതിന്റെ പ്രൈമറി സ്റ്റേജാണ് ശരീഅത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചു മുന്നോട്ട് പോവുക എന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പാലിക്കുകയും വിരോധങ്ങൾ കൈയൊഴിക്കുകയും അതുപോലെ തന്നെ പുണ്യകരമായ കാര്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് പകർത്തുകയും മോശമായ എല്ലാ സംഗതികളോടും ഗുഡ് ബൈ പറയുകയും ചെയ്യുക എന്നത് ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡമാണ്. ഈ അവസ്ഥയിൽ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊന്നുകൂടി കുറ്റമറ്റതും സൂക്ഷ്മതയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കയറാൻ സാധിക്കുന്നതുമായ വിധത്തിൽ ക്രമീകരിക്കുക എന്നാണ് ത്വരീഖത്തിന്റെ ജോലി. ഈ ശരീഅത്തിന്റെ പ്രൈമറി സ്റ്റേജ് വിജയിക്കുകയും ത്വരീഖത്തിന്റെ രണ്ടാമത്തെ ഒന്നുകൂടി ശ്രമകരമായ ആ സ്റ്റേജ് വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ അത്തരക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ഹഖീഖത്ത് എന്ന് പറയുന്നത്. ആ പറഞ്ഞ ഹഖീഖത്തും ശരീഅത്തും അത് രണ്ടും അപ്പുറപ്പുറമുള്ളത് ലാസ്റ്റിലും തുടക്കത്തിലുള്ളത് പറഞ്ഞു, ഇടക്കുള്ളതിനെ അതിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവർ ഉൾക്കൊള്ളിച്ചു. അപ്പൊ ശൈഖ് ജീലാനി തങ്ങളുടെ വലത്ത് ശരീഅത്തുണ്ട് അടുത്ത ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞാൽ ശരീഅത്തിലൂടെ സഞ്ചരിച്ച് ത്വരീഖത്തിലൂടെ കറങ്ങി ഹഖീഖത്തിന്റെ ഉത്തുംഗതയിലേക്ക് അഥവാ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള മഹാനാണ് ശൈഖ് ജീലാനി എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നിട്ട് പറയുന്നു ആകാശത്തും മേലും ഭൂമിക്കു താഴെയും, ആകാശത്തിന്റെ മുകളിലും അതേപോലെ തന്നെ ഭൂമിക്ക് താഴെയും എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് അങ്ങോട്ട് മേലോട്ടും ഭൂമിയിൽ നിന്ന് താഴോട്ടും അവരെ കൊടി നീളം അത്തിര ഉള്ളവർ, അവരുടെ കൊടി അത്രയും നീളമുണ്ട് എന്നാ പറയണത്. ശൈഖ് ജീലാനി തങ്ങളുടെ കൊടി ആകാശത്തിന്റെ മുകളിലേക്കും എത്തുന്നുണ്ട്, ഭൂമിയുടെ താഴേക്കും എത്തുന്നുണ്ട്. ഇതും ഒരു ആലങ്കാരിക പ്രയോഗമാണ്, കൊടി എന്ന പ്രയോഗം. അതവിടുത്തെ പ്രശസ്തിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണ്. മുമ്പത്തെ വരിയിൽ നമ്മൾ കണ്ടല്ലോ, ഏറും മലക്കൂത്തിൽ രാജാളി എന്നോ പറഞ്ഞ് ആകാശലോകങ്ങളിൽ അദൃശ്യ ലോകങ്ങളിലൊക്കെ രാജകിളിയായി മഹാനവർകൾ
പറക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ആ പ്രശസ്തിയുടെ ഒരു ഉദാഹരണമായി നമ്മൾ വിശദീകരിച്ചല്ലോ. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ആകാശത്തും ഭൂമിയിലും ആ ഭൂമിക്ക് താഴേക്കും ആകാശത്തിന്റെ മുകളിലേക്കുമൊക്കെ പ്രശസ്തിയുണ്ട് ശൈഖ് അവർക്ക് എന്നാണ്. അപ്പൊ കൊടി എന്ന് പറഞ്ഞത് ആലങ്കാരികമായി പറഞ്ഞതാണ്. മാലയെ വിമർശിക്കുന്ന ചില സാധുക്കള് ഈ കൊടിയുടെ തുണി, ഈ കൊടിയുടെ ശീല അത് വിൽക്കണ കട ഏതാണ്, ടെക്സ്റ്റൈൽസ് ഏതാണെന്നൊക്കെ വെറുതെ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മുടെ പൂർവികരായ മഹാന്മാർ മറുപടി പറഞ്ഞത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കയറ് മുറുകെ പിടിക്കണം. ആ കയറ് വിൽക്കണ കടയുടെ നേരപ്പുറത്തെ കടയിൽ തന്നെ ഉണ്ട് ഈ തുണി, ഈ ശീല വിൽക്കണ കടയും അതിന്റെ നേരപ്പുറത്ത് തന്നെ ഉണ്ടെന്ന് ഒരു മറുപടി, അതിലൊരു മുട്ടുമറുപടി എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. അപ്പൊ വാസ്തവത്തിൽ അള്ളാഹുവിന്റെ കയറ് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇഴകൾ ചേർത്തുകൊണ്ട് പിരിച്ച കയറ് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം, അള്ളാഹുവിന്റെ ദീൻ എന്നാണ്. അതിന് ആലങ്കാരികമായി കയറെന്ന് പ്രയോഗിച്ചതാണ്. എന്ന പോലെ മഹാനവറുകളുടെ സ്ഥാനത്തെ, അവിടുത്തെ പ്രശസ്തിയെ എന്ത് ചെയ്തതാണ്, ആകാശത്തും ഭൂമിയിലുമൊക്കെ ഉണ്ട് എന്നത് ആലങ്കാരികമായി പറഞ്ഞതാണ് കൊടിയെന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും.